السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. أنزل قرآنا عربيا من مراجعة دروس اللغة العربية لغير الناطقين بها، الجزء الأول من دورة الثالثة. دروس اللغة العربية ഒന്നാം സെമസ്റ്ററിന്റെ ഒന്നാം ഭാഗം റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എവിടെയാണ് നമ്മൾ നിർത്തിയത്? എവിടെയെന്ന് ഓർമ്മയുണ്ടോ? ولا أحد. അഞ്ചാമത്തെ ക്ലാസ് ആയിരുന്നില്ലേ എടുത്തോണ്ടിരുന്നത്? എവിടെ? അഞ്ചാമത്തെ ക്ലാസ് അല്ലേ എടുത്തോണ്ടിരുന്നത്? അഞ്ചാമത്തെ ക്ലാസ് ആണ്. അഞ്ചാമത്തെ ലെസൺ. ആ, ദർസ് എന്ന് പറയുമ്പോൾ ക്ലാസ് എന്ന് അർത്ഥമുണ്ടല്ലേ? അതെന്താണ് വിചാരിച്ചത്? സോറി, ദർസ് എന്ന് പറയുമ്പോൾ ക്ലാസ് എന്ന് അർത്ഥമുണ്ട്, പാഠം എന്ന് അർത്ഥം. ഓക്കെ, പാഠം 5 കഴിഞ്ഞു. പാഠം 6 ഇനി റിവൈസ് ചെയ്യേണ്ടത്. റിവിഷനിൽ നമുക്ക് ടീച്ചറിന്റെ റിവിഷൻ എവിടെ വരെ എത്തി? പാഠം 3 എത്തിയിരിക്കുന്നേ ഉള്ളൂ. പാഠം 3 ഭാഗം 8 തന്നിരിക്കുന്നത്. ചോദ്യങ്ങളുടെ വിവരണമൊക്കെ തന്നിരിക്കുന്നത്. ഓക്കെ, അതിന്റെ വഴിക്ക് നടക്കട്ടെ, നമുക്ക് നമ്മളെ വഴിക്ക് പോവാം. പാഠം 5 കഴിഞ്ഞു. അപ്പൊ അതില് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പാഠം 6 ഇസ്മുൽ മക്കാനി വസ് ജമാൻ. ഇസ്മുൽ മക്കാനി വസ് ജമാൻ എന്നാണ് നമ്മൾ പറയുന്നത്. അറബിയിൽ എന്താ പറയാ? അറബിയില് ഇസ്മൽ മക്കാനി വസ് ജമാൻ. അതുകൊണ്ടാ ഇസ്മൽ മക്കാനി എന്ന് പറഞ്ഞത്. സ്മാനിൽ മക്കാനിയാണ്. സ്മാനി എന്ത് ചെയ്ത് മക്കാനിലേക്ക് ലാഭത്ത് ചെയ്തപ്പോ നൂന് പോയി. ഇസ്മാ അൽ മക്കാനി വസ് ജമാൻ. സ്ഥലത്തിന്റെയും സമയത്തിന്റെയും നാമങ്ങൾ. മലയാളത്തിൽ പറഞ്ഞ ഇസ്മു മക്കാൻ. ഇസ്മു മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ നാമം. പിന്നെ ഇസ്മു ജമാൻ, ഇസ്മുൽ മക്കാനി വസ്മു ജമാൻ രണ്ടും കൂടി ചേർത്ത് ഇസ്മാ അൽ മക്കാനി വസ് ജമാൻ. ചേർത്ത് പറയുമ്പോൾ അലിഫ് പറയൂല. ഇസ്മൽ മക്കാനി വസ് ജമാൻ. അപ്പോ സ്ഥലകാല നാമങ്ങളാണ് ഇസ്മുൽ മക്കാനും ഇസ്മുൽ ജമാനും. അപ്പൊ ഇസ്മുൽ ജമാനും ഇസ്മുൽ മക്കാനും എന്തുണ്ട്? ഫോർമാറ്റ് ഉണ്ട്. എന്താ ഫോർമാറ്റ്? അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഫോർമാറ്റ് ഉണ്ട്.
ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന വാക്കുകൾ അങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി, ഇപ്പോഴല്ല, നോട്ട് തയ്യാറാക്കുമ്പോഴാണ് എഴുതുന്നത്. നോട്ട് തയ്യാറാക്കേണ്ടത് സെക്കൻഡ് ക്ലാസ്, രണ്ടാമത് റിവിഷൻ ഒന്നുകൂടെ കേൾക്കുമ്പോഴാണ് നോട്ട് തയ്യാറാക്കുന്നത്. പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന് മജിറൻ എഴുതി വയ്ക്കേണ്ടതാണ്, മജിറൻ. കാരണം എന്താന്ന് ചോദിച്ചാല് അത് മഖ്സൂർ ആയിട്ടുള്ള അഥവാ അന്ത്യത്തിൽ ദുർബലാക്ഷം വന്നിട്ടുള്ള എല്ലാ ക്രിയകളുടെയും ജറ ആയിരുന്നാലും അതേപോലെ ലഹ യൽഹു ആയിരുന്നാലും ജറായജിരിയാണ്. ജറായജിരി അപ്പൊ എന്താണ്? അപൂർണ ക്രിയയുടെ കസറാണ്. ജറായജിരി മറ്റൊരു കസറാണ്. ലഹ യൽഹു വരുമ്പോ ഇത് ലമ്മാണ്. ലഹ യൽഹു എന്ന് പറഞ്ഞാല് തമാശ പറഞ്ഞു. അപ്പൊ ഇത് രണ്ടായിരുന്നാലും ദുർബലാക്ഷരം അവസാനത്തിൽ വന്ന ക്രിയകളുടെ ഇസ്മു ജമാൻ വൽ മക്കാൻ. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടത് ഇസ്മു ജമാനും മക്കാനും എന്താണ്? ഒരു ഫോർമാറ്റാണ്. അത്തായത് ബലഗ മഗ്രിബ ശംസി എന്ന് പറഞ്ഞു. എന്താ അർത്ഥം? അത്തായത് ബലഗ മഗ്രിബ ശംസ്. അർത്ഥം എന്താ? എല്ലാ ആഴ്ചയും വായിക്കുന്നുണ്ടാണോ? എന്താ അർത്ഥം? ഏമേ പറയും, റിവിഷനാണ്. അസ്തമയ സ്ഥലത്തെത്തിയപ്പോൾ. സ്വലാത്തുൽ മഗ്രിബ് എന്താണ്? സ്വലാത്തുൽ മഗ്രിബ് അസ്തമയ സമയത്തുള്ള നമസ്കാരം. അപ്പം മഗ്രിബിന് അസ്തമയ സ്ഥലം എന്നുണ്ട് അർത്ഥം, അസ്തമയ സമയം എന്നുണ്ട്. അപ്പം സ്ഥലത്തിനും സമയത്തിനും ഒരേ പദമാണ് ഉപയോഗിക്കുക. അപ്പം സ്വലാത്തുൽ മഗ്രിബ് ബലഗ മഗ്രിബ ശംസി. അപ്പൊ സൂര്യന്റെ അസ്തമയ സ്ഥാനത്തെത്തിയപ്പോൾ. അതേപോലെ സ്വലാത്തുൽ മഗ്രിബ് അസ്തമയ സമയത്തുള്ള നമസ്കാരം. അപ്പൊ സ്ഥലത്തിനും സമയത്തിനും ഒരു പദമാണ് ഉപയോഗിക്കുക. ഒന്ന്. രണ്ട് പറഞ്ഞത് ഈ എങ്ങനെ ഉണ്ടാക്കും? സ്ഥലത്തിന്റെയും സമയത്തിന്റെയും പദം എങ്ങനെ ഉണ്ടാക്കും? ഇതാണ് നമ്മൾ പഠിച്ച സർഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം 21 രൂപം തിരഞ്ഞെടുത്ത് പഠിച്ചതാണ്. പിന്നെ നമ്മൾ ഒൺ ബൈ ഒൺ ആയിട്ട് അത് മിസ്സിംഗ് ഭാഗങ്ങൾ പഠിക്കുകയാണ്. അപ്പോ ഇസ്മു ജമാൻ അവൽ മക്കാൻ രണ്ടും ഉണ്ടാക്കുന്നത് ഒരേ ഫോർമാറ്റിലാണ്. അത് ദുർബലാക്ഷരം അവസാനം. അപ്പൊ ക്രിയയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ എടുക്കേണ്ടത്. ക്രിയയുടെ രൂപത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോ അത് മാളി മുലാരി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇസ്മുൽ മുലാരി നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്മു ജമാനും ഇസ്മുൽ മക്കാനും എടുക്കേണ്ടത്. മുലാരിയെ നോക്കിയിട്ടാണ്. അപ്പൊ എന്നാൽ ദുർബലാക്ഷരം അവസാനം വന്ന പദമാണെങ്കിൽ, ദുർബലാക്ഷരം അവസാനം വന്ന ക്രിയയാണെങ്കിൽ അതിന്റെ മാളി മുലാരിയും നോക്കണ്ട. അതായത് അതിന്റെ മുലാരിയെ നോക്കാതെ അതെന്ത് ചെയ്യാണ്? മജിറൻ പോലെ എടുക്കുക. ജിറൻ പോലെ. അപ്പൊ ജറാജിരി വന്നാൽ ജറാജിരി ഒഴുകുന്നു, മജിറൻ ഒഴുകുന്ന സ്ഥലം. ലഹയൽഹു തമാശ പറയുന്നു. മൽഹൻ തമാശ പറയുന്ന സ്ഥലം. അമ്യൂസ്മെന്റ് പ്ലേസ്, എന്റർടൈൻമെന്റ് പ്ലേസ്, എൻജോയ് ചെയ്യുന്ന സ്ഥലം. ഇനി അതിന് ശരിക്കുള്ള ഫോർമാറ്റ് യഥാർത്ഥത്തിൽ എങ്ങനെ എടുക്കേണ്ടത്? മുലാരിയെ നോക്കിയിട്ട്, ദുർബലാക്ഷരമാണെങ്കിൽ മുലാരി നോക്കേണ്ടതില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ വവൽ ഓഫ് ദ സെക്കൻഡ് റാഡിക്കൽ. മുലാരി മധ്യത്തെ അക്ഷരത്തിന്റെ അടയാളം നോക്കേണ്ടതില്ല. രണ്ടാമത് പറഞ്ഞത് ഇഫ് ദ സെക്കൻഡ് റാഡിക്കൽ ഓഫ് എ നോൺ നാക്കിസ്, അതായത് ദുർബലാക്ഷരം ഇല്ലാത്തതാണെങ്കിൽ, അഥവാ അവസാനത്തിൽ ദുർബലാക്ഷരം വരാത്തതാണെങ്കിൽ, നോൺ നാക്കിസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ മുലാരിയിൽ ഫതഹാണോ ലമ്മാണോ നോക്കാം. മുലാരി ലമ്മ് അല്ലെങ്കിൽ ഫതഹാണെങ്കിൽ അപ്പൊ അതിനെന്ത് ചെയ്യണം?
ലഅബ യൽഅബു, ശരിബ യശ്റബു. ശരിബ യശ്റബു അല്ല, ശരിബ എടുക്കുക. ശരിബ യശ്റബു എടുക്കുക. ദഖല യദ്ഖുലു എടുക്കുക. ശരിബ യശ്റബു, ദഖല യദ്ഖുലു, തബഖ യത്ബഖു. മൂന്നെണ്ണം എടുക്കുക. ടൈറ്റിലിന് എന്താ എടുക്കണം? ശരിബ യശ്റബു. അപ്പൊ എന്തായി? മാവിയിൽ ഫത്തഹും അല്ല, മാവിയിൽ കസറും മുമാരിയിൽ ഫത്തഹും. അത് കൺഫ്യൂഷൻ തീരാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ടത് മുമാരിയാണ് നോക്കേണ്ടത്. പക്ഷെ നമ്മൾ കൺഫ്യൂഷൻ തീരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ശരിബ യശ്റബു എടുക്കും. അപ്പോൾ ശരിബയിൽ മാവിയിൽ കസറാണ്, മുമാരിയിൽ എന്താണ്? ഫത്തഹാണ്. ശരിബ യശ്റബു. ദഖല യദ്ഖുലൂൻ എന്താണ്? മുമാരിയിൽ ലമ്മാണ്. മാവിയിൽ ഫത്തഹാണ്, മുമാരിയിൽ ലമ്മാണ്. മധ്യത്തിന്റെ അടയാളം, മധ്യത്തെ അക്ഷരമാണ് നമ്മൾ നോക്കുന്നത്. തബഖ യത്ബഖു എന്ന് പറയുമ്പോൾ എന്തായി? മാവിയിൽ മുമാരിയിൽ മധ്യത്ത് ഫത്തഹാണ്. തബഖ യത്ബഖു. യത്ബഖു എന്നാണ് എഴുതുന്നത്. തബഖ യത്ബഖു അല്ല, അത് മുമാരിയിൽ ലമ്മായതുകൊണ്ടാണ് ലമ്മിന്റെ കാര്യം എടുക്കുന്നത്. ഫത്തഹ ഉള്ളതാണെങ്കിൽ പോലും അങ്ങനത്തെ മുലാരിയിൽ എന്താണ്? ശരിബ യശ്റബൂല് ഫത്തഹാണ്. ഈ മാവിയിൽ മുലാരിയിൽ ഫത്തഹ ഉള്ളതാണെങ്കിലും ഇത് തന്നെയാണ് വരിക. മുലാരിയിൽ ലമ്മ ഉള്ളതാണെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? മുലാരിയില് ഫത്തഹോ ലമ്മോ ആണെങ്കിൽ, മാവിയിൽ എന്തായിരുന്നാലും കുഴപ്പമില്ല. ഫത്തഹ ആയിരുന്നാലും കൊള്ളാം, കസ്റായിരുന്നാലും കൊള്ളാം, എന്തായിരുന്നാലും എന്താണ്? ഇസ്മുൽ മക്കാൻ എന്താണ്? ഇസ്മുൽ ജമാൻ, ഇസ്മുൽ മക്കാൻ. മൽഅബ്, മശ്റബ്, മദ്ഖൽ, മത്ബഖ് പോലെയാണ്. ഓക്കെ, എല്ലാം എന്താണ്? ഇതേ പാറ്റേൺ ആണ്. മൽഅബ്, മശ്റബ്, മദ്ഖൽ പാറ്റേൺ ആണ്. മഗ്രിബ് വന്ന് പിന്നെ മഗ്രിബിലേക്ക് പിന്നീട് പോകാം കേട്ടോ. ഇതെന്താണ്? ഇത് മുലാരിയിൽ ഫത്തഹ അല്ലെങ്കിൽ ലമ്മാണെങ്കിൽ എന്ത് ചെയ്യണം? മൽഅബ്, മശ്റബ്, മദ്ഖല്, മത്ബഖ് പോലെ എല്ലാത്തിനും ഫത്തഹാണ്. മധ്യത്തില് ഫത്തഹാണ്. ഇസ്മു ജമാനും മക്കാൻ. അപ്പൊ മൽഅബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കളിക്കുന്ന സ്ഥലം. മശ്റബ് കുടിക്കുന്ന സ്ഥലം. അത് ആലിമ കുല്ലു ഉനാസിൻ മശ്റബഹും, എവിടെ നിന്നാണ് കുടിക്കേണ്ടതെന്ന് അവര് മനസ്സിലാക്കി. മദ്ഖല് എൻട്രൻസ്. മദ്ഖല് എൻട്രൻസ്. അപ്പൊ പുറത്ത് പിന്നെ ഖറജ വരുമ്പോ എന്താവും? ഖറജയുടെ പുറത്ത് പോകുന്ന സ്ഥലത്തിന് എന്ത് വരും? എന്ത് പറയും? ഇനി എപ്പോഴാണ് കെസ്ർ വരുന്നത്? ഇസ്മു സമാനിനും മക്കാനും ഫതഹ ആയിരിക്കും എപ്പോൾ? മുളാരിഅന് ലമ്മാണെങ്കിൽ. മുളാരിഅന് ലമ്മാണെങ്കിൽ എന്തായിരിക്കും? അതെ, മുളാരിഅന് ഫതഹ അല്ലെങ്കിൽ ലമ്മാണെങ്കിൽ കെസ്റല്ല. മുളാരിഅന് ഫതഹ അല്ലെങ്കിൽ ലമ്മാണെങ്കിൽ എന്തുവരും? ഇസ്മു സമാനിന് അല്ലെങ്കിൽ മക്കാനിന് മധ്യത്ത് ഫതഹ വരും. അക്ഷരത്തിന് ഫതഹ വരും. മൽഅബ്, മശ്റബ്, മദ്ഖൽ, മത്ബഖ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ഓൺ ദ പാറ്റേൺ ഓഫ് മഫ്ഇൽ ഇൻ ദ ഫോളോയിങ് കേസസ്. ആദ്യം എന്ത് ചെയ്യണം? വജദ യജിദു പോലെ ദുർബലാക്ഷരം തുടക്കത്തിൽ ദുർബലാക്ഷരം വന്നതാണെങ്കിൽ, അതേപോലെ വദഅ യദഉ, വജദ യജിദു എന്താണ്? അപൂർണക്രിയയിൽ കസ്റാണ്. വദഅ യദഉ വരുമ്പോൾ അപൂർണക്രിയയിൽ ഫതഹാണ്. അപ്പോ irrespective of the vowel of its second radical, മധ്യത്തെ അക്ഷരത്തിന്റെ അടയാളം പരിഗണിക്കാതെ, ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നാൽ മധ്യത്തെ അക്ഷരം പരിഗണിക്കാതെ എന്തായിരിക്കും? മൗഖിഫ് പോലെ, മൗളി പോലെ കസ്ർ കൊടുക്കണം. ഓക്കെ, അതേപോലെ ജലസ യജ്ലിസു. അപ്പൊ നേരത്തെ അപൂർണക്രിയയിൽ ഫതഹ വന്നതും അപൂർണക്രിയയിൽ ലമ്മ വന്നതും പറഞ്ഞു. ഇനി അപൂർണക്രിയയിൽ എന്താ വരിക? ബാക്കിയുള്ളത് കസ്ർ വരും.
ഫത്തഹ കസറുള്ള അമ്മ മധ്യത്ത് വരുള്ളൂ, സുക്കൂൻ മധ്യത്ത് വരില്ല അല്ലേ? തറബു നസറു ഫത്തഹ യഫ്തഹു മധ്യത്ത് എന്തായിരിക്കും? ഒരു അടയാളം ഉണ്ടാവും, മധ്യത്ത് അടയാളം ഉണ്ടാവും. ദുർബലാക്ഷം അല്ലെങ്കിൽ മധ്യത്ത് അടയാളം ഉണ്ടാവും. അപ്പൊ ഫത്തഹോ കസറോ മധ്യത്ത് ഫത്തഹോ ലമ്മോ ആണെങ്കിൽ മൽഅബ് മദ്ഖൽ പോലെ, മധ്യത്ത് കസറാണെങ്കിൽ മജ്ലിസ് പോലെ, ജലസ യജ്ലിസു മജ്ലിസ് പോലെ എന്താക്കണം? കസറ്. ദുർബലാക്ഷം തുടക്കത്തിൽ വന്നാൽ ഒന്നും നോക്കണ്ട, ദുർബലാക്ഷം തുടക്കത്തിൽ വന്നാൽ മൗഖിഫ് മൗദിഅ പോലെ കസറ് കൊടുക്കണം. മൗലൂഉം മൗളിഉം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ ഡോക്ടറെ? അർത്ഥത്തില് മൗദു നമ്മൾ നേരത്തെ എന്തോ പറഞ്ഞില്ലേ? നമ്മൾ വിഷയം എന്നുള്ള അതെ, മൗദു എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്കപ്പെട്ടത്. ഇസ്മോ നമ്മൾ ആദ്യം നോക്കേണ്ടത് അർത്ഥം. നമ്മൾ നേരത്തെ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും നമുക്ക് എന്താണ് വായിക്കുമ്പോൾ അർത്ഥം കിട്ടും, അതേപോലെ യൂസേജിൽ നിന്നും വായിക്കുമ്പോൾ അർത്ഥം കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇനിയിപ്പോ നമ്മൾ ഫൈനലിലേക്ക് പോവുക, ഭാഷാ പഠനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുക. അവസാന ഘട്ടം എന്ന് പറയാൻ പറ്റില്ല, അഡ്വാൻസ്ഡ് ഘട്ടത്തിലേക്ക് പോവുക. അവസാനം എന്ന് പറഞ്ഞാൽ ഒന്നിനും അവസാനമില്ല, അതായത് ലേണിംഗ് ആണ്. ലേണിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഡെപ്തിലേക്ക്, ഭാഷയുടെ ഡെപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ലാംഗ്വേജ് പഠനമാണ് എല്ലാ വിഷയത്തിലും. നിങ്ങൾക്കറിയാം, ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ ഡോക്ടറായി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യും. ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പ്രാക്ടീസ് ചെയ്യും. അപ്പൊ പിന്നെ അവിടെ അങ്ങോട്ട് പ്രാക്ടീസ് അനുസരിച്ചാണ് എന്താകുന്നത്? ആള് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത്. എന്നതുപോലെ ലാംഗ്വേജ് പഠിച്ചു കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ അടുത്ത അതിന്റെ ഡെപ്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഫോം എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് കൂടെ നോക്കണം. അപ്പോൾ യലായിൽ നിന്നും വന്നാൽ മൗദു എന്തായിരിക്കും? എന്ത് ഇസ്മായിരിക്കും? ഇസ്മുൽ ഫായിലാണോ, ഇസ്മുൽ മഫ്ആലാണോ, ഇസ്മുൽ മഫ്ഊലാണോ, ഇസ്മുൽ ജമാനാണോ? വാലിയ മൗദു എന്തായിരിക്കും? ഇസ്മുൽ മഫ്ഊലാണ്. ഇസ്മുൽ മഫ്ഊലാണ്, അതായത് വെക്കപ്പെട്ടത് എന്നാണ്. അതായത് വെക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ വിഷയമാക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ആ വിഷയം എന്ന് പറയുന്നത്. മൗദു, അതാണ് വിഷയം എന്ന് വരുന്നത്. കേട്ടോ? മൗദു. ഇവിടെ എന്താണ്? മൗദിഅ. മൗദിഅ എന്താണ്? വെച്ച സ്ഥലം അല്ലെങ്കിൽ വെക്കുന്ന സ്ഥലം. വലാ യലാഉ, വലാ യലാഉ. അപ്പൊ വലാ യലാഉ ആയിരുന്നാലും വഖഫ യഖിഫു ആയിരുന്നാലും മുളാരിയിൽ അടയാളം നോക്കേണ്ടതില്ല. എപ്പോൾ? ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നാൽ. ദുർബലാക്ഷരം എൻഡിൽ വന്നാൽ അതിന്റെ മുളാരിന്റെ അടയാളം നോക്കാതെ ഏത് ഫോർമാറ്റിലാണ് എടുക്കുന്നത്? മജിറൻ ഫോർമാറ്റ്. മജിറൻ, മൽഹൻ. മദ്ഹൽ പോലെ തന്നെയാണ്, ഫത്തഹാണ് വരിക, മധ്യത്ത് ഫത്തഹാണ് വരിക. ഇനി ദുർബലാക്ഷം തുടക്കത്തിലാണ് വരുന്നതെങ്കിൽ എങ്ങനെ വരും? മൗഖിഫ് പോലെ, മൗദിഅ പോലെ, മജ്ലിസ് പോലെ തന്നെയാണ്. അവിടെ രണ്ടെണ്ണം എടുത്ത് പറഞ്ഞത് വജദ യജിദു ആയിരുന്നാലും വലാ യലാഉ ആയിരുന്നാലും അതിന് പ്രത്യേകത ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ മൗഖിഫ് പോലെ. അപ്പൊ കസറാണെങ്കിൽ മധ്യത്ത് കസറാണെങ്കിൽ, മുളാരിയുടെ മധ്യത്ത് കസറാണെങ്കിൽ ഇസ്മു ജമാനിനും മക്കാനിനും മധ്യത്ത് കസറാണ്. അല്ല മധ്യത്ത് ഫതഹോ ലമ്മോ ആണെങ്കിൽ ഇസ്മു ജമാനിന് ഫതഹായിരുന്നു. ഓക്കെ, ഇവിടെ ഉദാഹരണത്തിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. മജ്ലിസ് പറഞ്ഞു, അതേപോലെ മൻസിൽ പറഞ്ഞു. മൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറങ്ങുന്ന സ്ഥലം. ഇറങ്ങി, മൻസിൽ ഇറങ്ങുന്ന സ്ഥലം. അങ്ങനെ ഇറങ്ങി താമസിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് വീഡിയോ എന്ന അർത്ഥം പേര് വന്നത്. മൻസിൽ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ എന്ത് ചെയ്യും? യാത്രക്കാരൻ വാഹനത്തിന്റെ മുകളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും.
അവൻ എവിടെയെങ്കിലും ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാ? അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി. അങ്ങനെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് മൻസിൽ. പിന്നെ ദാറിന്റെയും ബൈത്തിന്റെയും ഒക്കെ പേര് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ? ദാർ ഏതൂർ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ആ വീട്ടിന് ചുറ്റുമാണ് അവന്റെ കാര്യങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആറുതിൽ ദാറിന് വീട്ടിന് ദാറിന് വരും. അതേപോലെ ബാത്ത് ബീത്തു രാത്രി താമസിക്കുന്ന അർത്ഥത്തിൽ വീട്ടിന്റെ ബൈത്തെന്ന് വരും. ഇനി മൻസിലിന്റെ അവിടെ ഒരു മൻസിൽ എന്ന് പറഞ്ഞല്ലോ, മൻസിലിന്റെ അവിടെ ഒരു എന്താണ് എക്സ്പ്ലനേഷൻ. അത് നമുക്ക് മദ്രസ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദറസ യദുറുസു അല്ലെ? ദറസ യദുറുസു എന്ന് പറഞ്ഞിടത്ത് എന്താ ശരിക്കും വേണ്ടത്? ഇസ്മുൽ മക്കാൻ. ദറസ യദുറുസു എന്ന് പറഞ്ഞാൽ ഇസ്മുൽ മക്കാൻ എന്ത് വേണം? മദ്റസുൻ എന്ന് വേണം. അപ്പൊ അവിടെ മദ്റസുൻ എന്ന് ഉപയോഗിക്കാം, പ്രശ്നമില്ല. അവിടെ സാധാരണയായി ഒരു താ കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുക, മദ്റസത്തുൻ. മദ്റസുൻ എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോമൺ യൂസേജ് ഇല്ല. മറിച്ച് എന്താണ്, പുരാതന അറബി ഭാഷയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. മദ്റസുൻ എന്ന് ഉപയോഗിക്കാം. ഹദീസിലൊക്കെ തഫ്സീറിന്റെ വിശദീകരണത്തിലൊക്കെ മദ്രസ എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോ അവിടെ യഥാർത്ഥത്തിൽ എന്തുണ്ട്? ഒരു തായുണ്ട്. അതേപോലെ മഞ്ചിലിനും എന്തുണ്ട്? അല്ല, ഒരു താ വരാം, ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കമ്പൽസറി അല്ല. പക്ഷെ യൂസയിൽ അങ്ങനെ ഉണ്ട്. യൂസയിൽ എന്താണ്? മദ്രസത്തും താ ചേർത്തിട്ടാണ് ഉപയോഗിക്കുക. അതേപോലെ മഞ്ചിലിനും എന്തുണ്ട്? അങ്ങനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. മൻസിൽ എന്നും ഉപയോഗിക്കാം, മൻസിലത്തും എന്നും ഉപയോഗിക്കാം. അത് ഇറങ്ങുന്ന സ്ഥാനത്തും. പക്ഷെ മൻസിൽ എന്ന് കോമൺ യൂസേജിൽ എന്താ ഉള്ളത്? അതുള്ള മനസ്സിലാക്കണം. മൻസിൽ എന്ന് കോമൺ യൂസേജിൽ സാധാരണഗതിയിലുള്ളത് ആ യാത്രക്കാരൻ ഇറങ്ങി താമസിക്കുന്ന സ്ഥലത്തിനാണ്. മൻസിലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഉള്ള സ്ഥാനത്തിനാണ്. ഒരു വ്യക്തി ഉള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ സ്ഥാനം, പദവി, ഇതിനാണ് മൻസിലത്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇസ്മു സമാൻ ഇസ്മു സമാൻ മഗ്രിബിന് എങ്ങനെയാണ് ഇസ്മു സമാൻ വന്നത്? ഇസ്മു സമാൻ മഗ്രിബ് എങ്ങനെ വന്നത്? മഗ്രിബ് غرب يغرب غرب يغرب. അപ്പൊ അതുകൊണ്ട് എന്തായി? മുദാരി ലമ്മായതിനാൽ. അപ്പൊ കാരണം പറയാൻ പറഞ്ഞാൽ എന്തെഴുതണം? മുദാരിന് ലമ്മാണ്. ലമ്മോ ഫതഹോ ആണെങ്കിൽ ഇസ്മു മക്കാൻ എന്തായിരിക്കണം? മഗ്രിബിന് അത് പറയാൻ പറ്റുമോ? മഗ്രിബിന് നമ്മൾ പറഞ്ഞല്ലോ. പറഞ്ഞു വന്ന എന്തായിരുന്നു യഥാർത്ഥത്തില്? ഫതഹോ ലമ്മോ ആണെങ്കിൽ എന്ത് കൊടുക്കണം? ഇസ്മു മക്കാനിന് ഫതഹ കൊടുക്കണം. ഇസ്മു മക്കാന് ഫതഹ കൊടുക്കണം. ലമ്മോ ഫതഹോ ആണെങ്കിൽ. ഇവിടെ മഗ്രിബിന് എന്തുകൊണ്ട് കെസ്ർ വന്നു? അതെന്താണ്? എക്സെപ്ഷൻ യൂസേജ് ആണ് മഗ്രിബ്. എക്സെപ്ഷണൽ യൂസേജ് ആണ്. അതേപോലെ സജദ യസ്ജുദു. സജദ യസ്ജുദുവിന്റെ സ്ഥലം എന്താണ്? സുജൂദ് ചെയ്യുന്ന സ്ഥലം മസ്ജിദാണ്. അവിടെ മഗ്രിബ് പോലെ മസ്ജിദാണ്. എക്സെപ്ഷനലാണ്. അവിടെ എന്താണ്? അതായത് ഈ പറഞ്ഞതാണ് കോമൺ ഫോർമാറ്റ് എങ്കിലും കുറെ സംഗതികൾ സമാഇയാണ്. സമാഇന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കേട്ട് പഠിക്കുന്നതാണ്. അതായത് അത് ശീലിക്കുന്നതാണ് പാലിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ശീലിക്കുന്നു. അപ്പൊ അതിൽപ്പെട്ടതാണ് മഗ്രിബ്, മസ്ജിദൊക്കെ.
ജലസ യജ്ലിസു. മനസ്സിൽ. ഓക്കെ. അപ്പൊ റെസ്റ്റോറന്റിന് എന്താ പേര് പറയാ? താമോ? മത്താമെന്നല്ലേ? ആ, മത്താമ മത്താ. എങ്ങനെ വന്നു? താമയത്ത് താഴീമയാണ്. താഴീമ. നായ്മ. ശാലയ്ക്കും ജുനാഹൻ ബിമാ താഴിമു. ബിമാ താഴിമു. അൽമായിദേ പഠിച്ചില്ലേ നമ്മള്? പഠിച്ചവർ പഠിച്ചു. ബിമാ താഴിമു. മദ്യം ഹറാമാക്കിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് ശേഷമുള്ള ആയത്തിൽ പറഞ്ഞു ബിമാ താഴിമു. അപ്പൊ താഴിമ താമു. അപ്പൊ എന്തായാലും മുളാരിയില് ഫതഹ ആയതുകൊണ്ട് എന്ത് ചെയ്തു? മതഅം. ഫതഹ ലമ്മ ആണെങ്കിൽ ഇസ്മു മക്കാൻ എന്തായിരിക്കണം? മധ്യത്തിൽ ഫതഹ ആയിരിക്കണം. അതേപോലെ എക്സിബിഷൻ സെന്റർ എന്ത് പറയും? സമായി. ആ, മഅറദാണ്. മഅറദ്. മഅറദാണ്. അവിടെ എന്താണ് ശരിക്കും? അറദ യഅ്രിദുമാണ്. അവിടെ മഅറദ് എന്നാണ് ശരിക്കും പ്രയോഗം. മഅ്രിദല്ല. അപ്പോ ഹജഅ യഹ്ജഉ. ഉറങ്ങി. ഹജ എന്ന് പറഞ്ഞാൽ ഉറങ്ങി. ഉറങ്ങുന്ന സ്ഥലത്തിന് എന്ത് പറയും? മഹ്ജ. അങ്ങനെയാണ് ഹോസ്റ്റലുണ്ട്. മഹ്ജ. ഓക്കെ. പാഠത്തിലേക്ക്. അടുത്തെന്താണ്? ഇസ്മുൽ ആല. ആലത്ത് എന്താണ്? ഉപകരണം. ഉപകരണം. ടൂൾ. അപ്പൊ ഇസ്മുൽ ആലത്ത് ഉപകരണത്തിന്റെ പേര്. ഉപകരണങ്ങളുടെ പേര്. ഇസ്മുൽ ആലത്ത് ഉപകരണത്തിന്റെ പേര്. നമുക്കറിയാം മിഫ്താഹ്. ഇത് കോമൺ. ഇത് എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രിൻസിപ്പിൾ പറയാൻ പറ്റില്ല ഇതിന്. മറിച്ച് എന്താണ്, ഇതിന് നിലവിൽ യൂസേജിന്റെ ഫോർമാറ്റ് ഉണ്ട്. നമ്മള് മസ്ദറിന്റെ ഫോർമാറ്റ് പറയുമ്പോൾ ദഖല യദ്ഖുലു ദുഖൂലുൻ എന്ന് പറയും. അതേപോലെ ഫതഹ യഫ്തഹു ഫത്ഹൻ എന്ന് അത് പറയും. അതേപോലെ ഫഅല യഫ്അലു ഫിഅലുൻ എന്ന് പറയും. എന്താണ് സനഅ യസ്നഉ സുൻഉൻ എന്ന് പറയും. അപ്പൊ ഇതെന്താണ്? ഇത് കോമൺ റൂൾ ഇല്ല. മറിച്ച് എന്താണ്, ഫോർമാറ്റുകൾ ഉണ്ട്. ആ ഫോർമാറ്റുകളിൽ ഒന്നാണ് ഉപയോഗിക്കുക എന്നേ ഉള്ളൂ. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്ന് നിബന്ധനയില്ല. മറിച്ച് എന്താണ്, ഫോർമാറ്റുകളാണ്. അപ്പൊ ഇസ്മുൽ ആലത്തിന്റെ ഫോർമാറ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. 3 ഫോർമാറ്റുകളാണ് അതിനുള്ളത്. ഇസ്മുൽ ആലത്തിന് 3 ഫോർമാറ്റുകളാണ് ഉള്ളത്. ഒന്നെന്താണ്? മിൻഷാർ. 2 മിസ്ആദ്. ഒന്ന് മിൻഷാർ. ഷാർ എന്താ? അറക്കുന്ന വാള്, ഈർച്ച വാള്. രണ്ടാമത്തേത് മിസ്ആദ്. മിസ്ആദ് എന്താണ്? അവിടെ മസ്ആദ് എന്നാണ് അവിടെ പറയുന്നത് അല്ലേ? സഹായിക്കുന്ന സാധനം. ആ, മിസ്ആദ് എന്താണ്? സഹായിക്കുന്ന സാധനം. സഈദ. സഈദ. സഈദ കയറി. അവിടെ ലിഫ്റ്റിലൊക്കെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് മാഷെ, ഡോക്ടറെ? ആ, ഫത്തവും കിസ്റൊന്നും ഇടാത്തതുകൊണ്ടേ. 10 കസൊന്നും ഇടാത്തതുകൊണ്ട് പറയുന്നത് മസ്അദ്. മസ്അദ് എന്നാണ് പറയുന്നത്. പറഞ്ഞു കേട്ടുള്ളത് മസ്അദ് എന്നാണ്. ഫത്തഹാണ്. ശരിക്കും എന്താണ്? മിസ്അദ് എന്നാണ്. മിസ്അദ് എന്നാണ്.
സാധനാണോ സാധനാണോ ഉണ്ടാവുന്നത്? അത് സ്വാഅദ, അത് സീനാണല്ലോ സാഅദയ്ക്ക്. ആണോ? ഓക്കെ. സാഅദയ്ക്ക് സീനാണ്, ഹെൽപ്പ് ചെയ്തു തന്നത്. ആ. സ്വാഅദ അല്ല, സാഅദയാണ്. ഇതെന്താണ്? സ്വഈര, കയറി. അപ്പം അതിന്റെ കയറാനുള്ള ഉപകരണമാണെന്ത്? മിസ്അദ്. മസ്അദ് അല്ല, മിസ്അദാണ്. റക്കിബിന്റെ അതേ അർത്ഥം. ഇസ്മുൽ ആലത്തിന് ഉപകരണത്തിന് എന്താ പറയേണ്ടത്? കെസ്റാണ് കൊടുക്കേണ്ടത്. മീമിന് കെസ്റാണ്. മീമിന് കെസ്റാണ് കൊടുക്കേണ്ടത്. മിൻഷാർ ആയിരുന്നാലും മിസ്അദ് ആയിരുന്നാലും മീമിന് കെസ്റാണ് കൊടുക്കുന്നത്. എന്തായാലും ഉപകരണത്തിന്റെ മീമിന് കെസ്റാണ് വരുന്നത്. പക്ഷേ ഉപകരണത്തിന്റെ മീമ് പല സ്ഥലങ്ങളിലും ഫത്തഹിട്ട് ഉപയോഗിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് പ്രാദേശിക വ്യത്യാസമാണ്. യഥാർത്ഥത്തിലുള്ള വാക്ക് അങ്ങനെയല്ല. നമ്മൾ മലയാളത്തിൽ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കൂ ഉണ്ടാവില്ല ചിലപ്പോഴും. ഞാൻ പോവാണെന്ന് പറയും, അപ്പൊ പിന്നെ കായും പോയി, വേറൊരു അക്ഷരം വന്നു. ഞാൻ പോണു എന്ന് പറയും, അപ്പൊ കായും ഇല്ല വായും ഇല്ല. എന്നതുപോലെ ഉള്ള സംഭവമാണ് ഈ പറഞ്ഞതുപോലെ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ മിക്കുവാത്ത് വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു മിക്കുവാത്തല്ല മക്കുവായാണെന്ന് പറഞ്ഞു. മിക്കുവ എന്നല്ല പറയേണ്ടത്, മക്കുവ എന്നാണ് പറയേണ്ടത്. അത് ഈജിപ്തുകാരൻ പറഞ്ഞു. അപ്പൊ അത് അവരങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ച് ഇസ്മുൽ ആലത്തിന് മീമാണ് ഉപയോഗിക്കേണ്ടത്, മീമിന് കസ്റാണ് ഉപയോഗിക്കുന്നത്. അത് മിൻഷാർ ആയിരുന്നാലും ഒന്ന് ഫോർമാറ്റ് മിൻഷാറാണ്, രണ്ടാമത്തെ ഫോർമാറ്റ് മിസ്അലാണ്, ലിഫ്റ്റ്. കേട്ടോ? പിന്നെ ഒന്ന് എന്താണ്? മിക്നസത്ത്. മിക്നസത്ത് എന്താണ്? ചൂല്. ക്ലീൻ ചെയ്യുന്ന ഉപകരണം. ഇതാണ് 3 ഫോർമാറ്റ്: മിൻഷാർ, മിസ്അദ്, മിക്നസത്ത്. ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. നിങ്ങൾ ഫാരയ്ക്ക് പഠിക്കാനാണ് എളുപ്പമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അഡ്വാൻസ് ലെവലായതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതേസമയം ഇത് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഓർക്കാൻ പറ്റും. ഈ 3 വാക്ക് എന്തായാലും ഓർക്കാൻ പറ്റുമല്ലോ. മിൻഷാർ, അറക്കുന്ന ഉപകരണം, അറക്കുന്ന വാള്. മിസ്അദ്, കയറാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ലിഫ്റ്റ്. മിക്നസത്തിൻ, കനസ യക്നുസു, വൃത്തിയാക്കി. മിക്നസത്തിൻ, വൃത്തിയാക്കുന്ന ഉപകരണം. ബ്രൂമെന്നോ എന്താ ചൂലെന്നോ അത് വേണമെങ്കിൽ പറയും. ഓക്കെ. അപ്പം മിൻഷാർ എന്നതിന് മിഫ്ആൽ എന്നാണ് ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ദർസിലൊക്കെ പഠിപ്പിക്കുന്ന ഫോർമാറ്റ്, മിഫ്ആൽ എന്ന് പറയും. നമ്മളെ മിൻഷാർ, മിസ്അദ്, മിക്നസത്ത് പഠിച്ചു വെച്ചിരുന്നാല് പ്രശ്നമൊന്നുമില്ല. മിൻഷാർ, മിസ്അദ്, മിക്നസത്ത്. നമ്മൾ ഇതില് ഈ പറയുന്ന 3-ൽ ഒരു ഫോർമാറ്റ് ആണ് ഉപയോഗിക്കാവുക. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു നോക്കണം. അപ്പോൾ അങ്ങനെ കേട്ട് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഫോർമാറ്റ് എടുക്കേണ്ടത്. അല്ല, കേട്ട് ശീലിക്കാത്ത ഒരു ഫോർമാറ്റ് പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ എന്താണ്? അത് ഫോർമാറ്റ് ഉണ്ട്, പക്ഷേ ഫോർമാറ്റ് സമാഇയാണ്, കേട്ട് പഠിക്കേണ്ടതാണ്. കമാഫി ഷഅനിൽ മസ്ദർ, മസ്ദറിന്റെ കാര്യം പറഞ്ഞതുപോലെ ക്രിയാധാതുക്കൾക്ക് ഫോർമാറ്റുകളുണ്ട്. പക്ഷെ ആ ഫോർമാറ്റ് ഫഅല യഫ്അലുന് പിന്നെ ഫുഅലുൻ എന്ന് പറയാൻ പറ്റില്ല, ഫഇലുൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഫതഹ യഫ്തഹുന് ഫിത്ഹുൻ എന്ന് പറയാൻ പറ്റില്ല, അതിന് ഫത്ഹുൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതെന്താണ്? അത് സമാഇ എന്ന് പറഞ്ഞാൽ അറബികൾ പറഞ്ഞത് നമ്മൾ കേട്ട് പഠിച്ചു. പിന്നീട് നെക്കലാത്തുൻ, മിക്വാത്തുൻ ഒക്കെ ഉണ്ട്. മിക്നസത്തിന്റെ ഫോർമാറ്റ് ആണ് ശരിക്കും നെക്കലാത്ത്. പിന്നീട് എന്ത് വന്നതാണത്? നെക്കലയത്തുൻ എന്നതാണ് എന്തായിട്ട് വന്നത്? നെക്കലാത്തുൻ. കലായക്കലി എന്നതിന് നെക്കലയത്തുൻ എന്ന് വന്നതാണ്. പിന്നീട് നെക്കലാത്തുൻ ആയി മാറിയത്. യായും ചേർന്ന് വന്നപ്പോ നെക്കലാത്തിനെന്നും, അതേപോലെ മിക്കുവയത്തിൻ എന്നത് മിക്കുവാത്തിൻ എന്നും ആയി മാറിയതാണ്. മിക്കലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കലായക്കലി ഫ്രൈ ചെയ്തു.
മെക്കലാത്ത് എന്ന് പറഞ്ഞാൽ പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അതേപോലെ മിക്വാത്തും കവാ എക്വി നേരെയാക്കി, മിക്വാത്ത് എന്ന് പറഞ്ഞാൽ നേരെയാക്കുന്ന ഉപകരണം. അതേപോലെ സഫ എന്താണ് മിൻഷാറിന്റെ അപ്പൊ വാളിലാണോ പറയുന്നത്, അതോ ഈർച്ചവാൾ? വാള്, അറുക്കുന്ന വാള്. ഈർച്ചവാൾ എന്ന് പറഞ്ഞാൽ എന്താ? മരം അറുക്കുന്നത്. പണ്ട് പദ്യം പഠിച്ചിട്ടുണ്ട്. നജ്ജാറുൻ ലിയഖലമുൻ വമിൻഷാറുൻ എന്ന് പറഞ്ഞിട്ട്. നജ്ജാർ, ഞാൻ രാവിലെ സ്റ്റുഡന്റും വൈകുന്നേരം കാർപ്പൻറ്ററുമാണ്. ലിയഖലമുൻ വമിൻഷാറുൻ, എനിക്ക് പേനയുണ്ട് വാളുമുണ്ട്. ബാക്കി പറഞ്ഞു. വയിസ്മീലുൻ ലിയഖലമുൻ വമിൻഷാറുൻ വയിസ്മീലുൻ എന്ന് വേറെന്തുണ്ട്. അതേപോലെ സഫ എസ് ഫി എന്നുള്ളത്, സഫ എസ് ഫി മിസ്ഫാത്ത് എന്നാ പറയുക. സഫ എസ് ഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീൻ ചെയ്തു, ശുദ്ധീകരിച്ചു. അതാണ് മിസ്ഫാത്ത്, ഫിൽറ്റർ. അവിടെ നോട്ട്സിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയായി? 6-ാം പാഠത്തിൽ എന്താ പഠിച്ച്? ആറാമത്തെ പാഠത്തില് ഇസ്മുൽ ജമാൻ വൽ മക്കാൻ. 7-ാമത്തെ പാഠത്തില് ഇസ്മുൽ ആല, മറ്റേ ഇസ്മ അൽ ആലത്ത് ജമാനി വൽ മക്കാൻ. ഇവിടെ ഇസ്മുൽ ആലത്ത്, ഇസ്മുൽ ആലത്തിന് 3 പാറ്റേൺ ഉണ്ട്. ആ 3-ൽ ഒരു പാറ്റേൺ ആണ് വരിക. അപ്പൊ അതിൽപ്പെട്ടതാണ് ഫതഹ യഫ്തഹു എന്ന് പറയുന്നത് മിഫ്താഹ്, താക്കോല് തുറക്കാൻ ഉപയോഗിക്കുന്ന കാരണം. കണ്ടു. അപ്പം എന്താണ്? മിർആത്തുൻ, കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അതേപോലെ വസനേസിനു, മീസാനും. വസനേസിനുള്ളിൽ പറയാനുണ്ട്. വസനേസിനു വരുമ്പോഴത്തേക്ക് എന്തായി? മൌസാനിൻ എന്നാണ് വരേണ്ടത്. അപ്പോ വാവും മൌസാനും, വാവ് സുക്കൂനുള്ള വാവുമാന് മുമ്പ് കെസ്രം വന്നതുകൊണ്ടാണ് മൌസാൻ എന്നുള്ളത് എന്താക്കിയത്? മീസാൻ എന്ന് ആക്കിയത്. കാരണം വാവല്ല, കെസ്രമായിട്ട് യോജിക്കുന്നത് യാ ആണ്. അതുകൊണ്ട് ഇന്നെന്താക്കി? മീസാൻ എന്ന് ആക്കിയത്. ഹറസ യഹ്റസു, അതിന്റെ ഉപകരണത്തിന്റെ പേരാണ് മെഹ്റാസ്. മെഹ്റാസ് എന്താണ്? നിലമുഴുന്ന സാധനം. ഹറസ കൃഷി ചെയ്തു, മെഹ്റാസ് കൃഷി ചെയ്യുന്ന ഉപകരണം. ഇന്നത്തെ ട്രാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന ഇതിനാണ് കലപ്പയ്ക്ക് മെഹ്റാസ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോന്നറിയാം. ആറും ഏഴും കഴിഞ്ഞിട്ട് പാഠം 8. നക്കിറത്തു വൽ മാരിഫ. നക്കിറ വൽ മാരിഫ. നക്കിറ മാരിഫ നമുക്ക് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് അതൊരു പ്രോബ്ലം ആയി തോന്നുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. നക്കിറ മാരിഫ എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഡെഫിനിറ്റ് ഓർ ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ്. ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നത് അറബി ഭാഷയിൽ സുപ്രധാനമായ ഒരു സംഗതിയാണ്. ഇംഗ്ലീഷിലെ പോലെ ഇംഗ്ലീഷ് പ്രധാനപ്പെട്ടത്, എല്ലാ ലാംഗ്വേജിലും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അറബി ഭാഷയിൽ അതിന്റെ അഡ്ജക്റ്റീവ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അറിയേണ്ടത്, അത് നാമവും നാമവിശേഷണമൊക്കെ വരുമല്ലോ. അപ്പൊ അത് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്തൊക്കെയാണ് മാരിഫയായിട്ട് പരിഗണിക്കുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെയാണ് മാരിഫ? നമ്മൾ അത് ചേർന്നാൽ മാരിഫയാണ് എന്ന് നമുക്ക് കോമൺലി അറിയാം. അതേപോലെ മാരിഫയായിട്ടുള്ള വേറെ ചില സംഗതികളുണ്ട്.
വ്യക്തികളുടെ പേര്, സ്ഥലങ്ങളുടെ പേര് അതിൽ സുപ്രധാനമായതാണ്. വ്യക്തികളുടെ പേര്, സ്ഥലങ്ങളുടെ പേര് പറയുമ്പോഴത്തേക്ക് എന്തായി? മാരിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയപ്പെടുന്നത് എന്ന്, സ്പെസിഫിക് ആയിട്ടുള്ളതെന്നാണ്. ഒരാളുടെ പേര് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ആണ്. മക്ക എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ സ്പെസിഫിക് സ്ഥലമാണ്, നമുക്ക് മനസ്സിലായി. അഹമ്മദ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, ആ അഹമ്മദ് എന്ന പേരുള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായി. അതോടെ അത് സ്പെസിഫിക് ആണ്. അതേപോലെ സർവനാമങ്ങളെല്ലാം സ്പെസിഫിക് ആണ്. സർവനാമം ഹുമാഹും ഹിയ ഹുമാഹുന്ന അന്ത അന്തുമ അന്തും അന്ത അന്തുമ അന്തുന്ന അന നഹ്നു. എത്ര സർവനാമമുണ്ട്? സർവനാമങ്ങൾ എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്കണം അല്ലേ? ഹുവാഹും. സർവനാമങ്ങൾ 12 എണ്ണം ഉണ്ട്. 14 സർവനാമങ്ങൾ എല്ലാവരും പറയല്. അപ്പൊ ഹുമായും അന്തുമായും 2 പ്രാവശ്യം പറയും. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. അപ്പൊ ഹുമ എന്ന് 2 പെണ്ണുങ്ങൾക്ക് പറയുന്നതും 2 ആണുങ്ങൾക്ക് പറയുന്നതും ഒന്നാണ്, സെയിം ആണ്. അപ്പൊ രണ്ടിനും എന്താണ്? ഒന്നാണ് ഹുമ. അതേപോലെ അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന. അപ്പൊ എന്തായി? അന്ത നീ ഒരു പുരുഷൻ, അന്തുമ നിങ്ങൾ 2 പുരുഷന്മാർ, അന്തി നീ ഒരു സ്ത്രീ, അന്തുമ നിങ്ങൾ 2 സ്ത്രീകൾ. അപ്പൊ 2 സ്ത്രീകൾക്കും 2 പുരുഷന്മാർക്കും പറയുന്നത് എന്താണ്? രണ്ടും ഒന്നാണ്. ഓക്കെ, നമ്മൾ പണ്ട് പഠിച്ചതിന് കുറച്ചുകൂടെ വികസിപ്പിച്ച് ഈ രീതി എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഹുവ ഹുമ ഹും, ഹിയ ഹുമ ഹുന്ന, അന്ത അന്തുമ അന്തും, അന നഹ്നു. 12 എണ്ണം. 12 എണ്ണം 14 എണ്ണമാക്കി പറഞ്ഞ് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മള് മറ്റുള്ളവർ നമ്മളെ ചെയ്യും. ട്രഡീഷണലി പഠിച്ചൊരു നമ്മളെ ഇകഴ്ത്തി കളയും. അത് സംഭവം അത് ഉണ്ട് അങ്ങനെ, പക്ഷെ 12 എണ്ണം എണ്ണത്തിലുള്ളൂ. അപ്പൊ സർവനാമം എന്ന് പറഞ്ഞാൽ അന എന്ന് പറയുന്നതോട് എന്തായി? സ്പെസിഫിക് ആയി. ഹുവ അവൻ എന്ന് പറയുന്നതോടുകൂടി സ്പെസിഫിക് ആയി. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. അൻത നീ എന്ന് പറയുമ്പോൾ എന്തായി? സ്പെസിഫിക് ആയി. അപ്പൊ എന്താണ്? അത് മാരിഫയാണ്. അപ്പൊ വ്യക്തികളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, പിന്നെ അതേപോലെ സർവനാമങ്ങൾ, അത് ചേർന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. പിന്നീട് മനസ്സിലാക്കേണ്ടത് ഹാദ എന്ന് പറഞ്ഞോളൂ എന്തായി? ഇത് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയി. ഇത്, ഹാദ, ജാലിക അത്, ഉലായിക അവർ. എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എല്ലാം മാരിഫ. ഈ 3 എണ്ണം മാത്രമല്ല ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. ആദാ ഇതെന്ന് പറയുമ്പോ ഈ ആദായുടെ ബഹുവചനം എന്താണ്? ആദായുടെ ദ്വിവചനം എന്താണ്? അദാനി. അദാനി. ആദായുടെ സ്ത്രീലിംഗം എന്താണ്? ഹാത്താനി. ആദായുടെ സ്ത്രീലിംഗം ഹാത്താനി. ആദിഹി. ആദിഹി. ആദിയുടെ ദ്വിവചനം ഹാത്താനി. ഹാത്താനി. ഇതിന്റെ രണ്ടിന്റെയും ബഹുവചനം ഉലായി. ഉലായി. അപ്പൊ ഇതെല്ലാം എന്താണ്? സ്പെസിഫിക് ആണ്. അപ്പൊ ജാലിക്കയുടെ ദ്വിവചനം ജാനിക്ക. ജാലിക്കയുടെ സ്ത്രീലിംഗം തിൽക്ക. തിൽക്കയുടെ ദ്വിവചനം താനിക്ക. ഇതിന്റെ നാലെണ്ണത്തിന്റെ ബഹുവചനം ജാലിക്കായിരുന്നാലും പിന്നെ തിൽക്കായിരുന്നാലും ബഹുവചനം ഉലായിക്ക. പിന്നെന്തായാലും വിട്ടുപോയത്? അപ്പം ആദാം മുതൽ ഉലായി വരെ, ജാലിക്ക മുതൽ ഉലായിക്ക വരെ, അതിന്റെ സ്ത്രീലിംഗമായിരുന്നാലും പുല്ലിംഗമായിരുന്നാലും ദ്വിവചനമായിരുന്നാലും ഏകവചനമായിരുന്നാലും എല്ലാം, ദക്കറായിരുന്നാലും അന്നസായിരുന്നാലും ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എല്ലാം എന്താണ്? സ്പെസിഫിക് ആണ്. കാരണം എന്താണ്? ചൂണ്ടി പറയുകയാണ്. ഡെമോൺസ്ട്രേറ്റീവിനെ തൊട്ട് കാണിക്കാന്നാണ് അതിന്റെ അർത്ഥം ശരിക്കും. അത് ചൂണ്ടി പറയുക.
ഊന്നി പറയുന്ന പോലെ അതിനെ ചൂണ്ടി പറയാതെ ചൂണ്ടി പറയുന്നതുകൊണ്ട് എന്താണ് അത് സ്പെസിഫിക് ആണ്. അതേപോലെ അല്ലദീ, അല്ലദീന, അല്ലത്തി, മാ, മിൻ എന്ന് പറയുന്ന എന്താണ് റിലേറ്റീവ് പ്രോനൗൺ കണക്ട് ചെയ്യുകയാണ്. വല്ലദീ അർസല റസൂലൻ, അവനാണ് റസൂലിനെ അയച്ചത്. അർസല ഇലൈഹിം റസൂലൻ മിൻഹും ഔ അർസല ഇലൈക്കും റസൂലൻ മിൻകും. എന്താണ് ഹുവ അവൻ, അല്ലദീ സിറാത്ത അല്ലദീന, അല്ലദീ യുവസ്വിസു ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു. അപ്പൊ എന്താണ് നേരത്തെ പറഞ്ഞ ഒന്നിനെ കുറിച്ചാണ് ഈ ഡെമോൺസ്ട്രേറ്റീവ് റിലേറ്റീവ് പ്രോനോൺ പറഞ്ഞിട്ട് വിശദീകരിക്കുന്നത്. അപ്പൊ എന്താണ് നേരത്തെ പറഞ്ഞ സംഗതി സ്പെസിഫിക് ആണ്. നേരത്തെ ഒരാളിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ റിലേറ്റീവ് പ്രോനോൺ ഉപയോഗിച്ചിട്ട് ബാക്കി കാര്യം പറയുന്നത്. മിൻ ശർരി മാ ഖലഖ, നിശ്ചയത്തിന് മാ എന്തെന്നാണോ അത്, ഖലഖ അവൻ സൃഷ്ടിച്ചത്. അപ്പം അവൻ സൃഷ്ടിച്ചത് എന്താണോ അതിന്റെ എന്ന് പറയുമ്പോൾ എന്തായി, അത് മാ സ്പെസിഫിക് ആണ്. സിറാത്ത അല്ലദീന, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്ത ഞങ്ങളെ നീ നേർമാർഗത്തിലേക്ക് നയിക്കുകയാണ്. എന്നിട്ട് എന്ത് പറയുന്നു, സിറാത്ത അല്ലദീന ഒരു കൂട്ടരുടെ മാർഗം. എന്താണ് അല്ലദീന എന്ന് പറഞ്ഞത് സ്പെസിഫിക് ആണ്. പിന്നീട് അതിന്റെ അല്ലദീ അല്ലദീനയുടെ സ്ത്രീലിംഗം അല്ലത്തി, പിന്നെ മൻ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അപ്പം ഏതൊരുവനാണോ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അവനാണ് ഉത്തമൻ, മൻ. അപ്പൊ ആ മൻ എന്താണ് സ്പെസിഫിക് ആണ്. അപ്പൊ മൻ എന്ന് പറയുന്നത് രണ്ട് മൻ എന്ന ക്വസ്റ്റ്യൻ, അതെ, രണ്ട് വാക്കുകൾ, രണ്ട് ഫ്രൈസുകളെ ബന്ധിപ്പിക്കാനാണ് റിലേറ്റീവ് എന്ന് പറയുന്നത്. സിറാത്ത അല്ലദീന അൻഅംത, അന്നത്തെയും നേരത്തെ പറഞ്ഞ സിറാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ളതാണ് അല്ലദീന. അപ്പോ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു, നേരത്തെ പറഞ്ഞ ഖന്നാസിനെയും യുവസ്വിസിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ളതാണ് അല്ലദീ. അതാണ് എന്ത് റിലേറ്റീവ് പ്രോനോൺ, പരസ്പരം ബന്ധിപ്പിക്കുന്ന. അപ്പൊ ഇതെല്ലാം എന്താണ് സ്പെസിഫിക് ആണ്, മാരിഫൈ ആണ്. അപ്പൊ റിലേറ്റീവ് പ്രോനോൺസ് എല്ലാം മാരിഫൈ ആണ്. അല്ലിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നീട് ഇളാഫത്ത് കൊണ്ട് മാരിഫൈ ചെയ്യും. ഇളാഫത്ത് കൊണ്ട് മാരിഫൈ ചെയ്യും. എങ്ങനെ ഇളാഫത്ത് കൊണ്ട്? ഇവിടെ പറഞ്ഞ എന്തൊക്കെയാണ് പ്രോനൗൺസ്, പിന്നെ പ്രോപ്പർ നൗൺസ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്, റിലേറ്റീവ് പ്രോനൗൺസ്, ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് അൽ ചേർന്ന നാമം ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് ഇളാഫത്ത് ചെയ്താൽ മാരിഫയായി മനസ്സിലാക്കിയ അല്ലെങ്കിൽ മാരിഫയായ നാമങ്ങളിൽ ഒന്നിനോട് ഇളാഫത്ത് ചെയ്താൽ എന്തായി? അതും മാരിഫ. കിതാബ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? അത് നെക്കരയാണ്. ഹാദ എന്ന് പറഞ്ഞത് മാരിഫയാണ്, നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ കിതാബു ഹാദ, ഈ പുസ്തകം, അല്ലെങ്കിൽ കിതാബു ഹാദ എന്ന് പറഞ്ഞാൽ ഇവന്റെ പുസ്തകം. ഇളാഫത്ത് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി? ഇളാഫത്ത് ചെയ്യുമ്പോൾ ഇന്ത്യ വരുന്നതിന്റെ, അപ്പൊ ഇവന്റെ പുസ്തകം എന്നും പറയാം. ഈ പുസ്തകം എന്ന അർത്ഥത്തിലും വരും, കിതാബു ഹാദ ഇയാളുടെ പുസ്തകം എന്ന അർത്ഥത്തിലും വരും. അപ്പൊ എന്തായിരുന്നാലും എന്തായി? മാരിഫയോട് ഇളാഫത്ത് ചെയ്താൽ എന്താവും? അത് മാരിഫയാവും. അൽ മുദർരിസ് അധ്യാപകൻ, കിതാബുൽ മുദർരിസ്, കിതാബിനെ മുദർരിസിനോട് ചേർത്തപ്പോ കിതാബുൽ മുദർരിസി അധ്യാപകന്റെ കിതാബ് എന്തായി? കിതാബ് നെക്കരായ കിതാബ് മാരി.
അതേപോലെ സർവനാമത്തിലേക്ക് ഇളാഫത്ത് ചെയ്താൽ കിതാബുഹു, കിതാബുഹു എന്തായി? അവന്റെ പുസ്തകം. അപ്പൊ അതും എന്തായി? മാരിഫയായി. മാരിഫയായി. സർവനാമത്തിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് മാരിഫയായി. അതേപോലെ ഹാമിദ് മാരിഫയാണ്. കിതാബ് ഹാമിദിൻ, അപ്പൊ അത് മാരിഫയായി. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് പോവാം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇതിന് അസ്സിറാത്ത അൽ മുസ്തഖീം. അസ്സിറാത്തിലേക്ക് എന്ത് ചെയ്യണം? അസ്സിറാത്തിലെ അൽ മുസ്തഖീമായിട്ട് പാതയിലേക്ക് നമ്മളെ നയിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ ബദല് വരുന്നത് എന്താണ്? സിറാത്ത അല്ലദീന. അപ്പൊ അസ്സിറാത്ത് എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ അസ്സിറാത്തിന്റെ പകരം വന്ന സിറാത്ത് എന്തായിരിക്കണം? ശരിക്കും അതുപോലുള്ളതായിരിക്കണം, മാരിഫയായിരിക്കണം. അപ്പൊ ഇവിടെ എന്താണ്? സിറാത്തിനെ അല്ലദീനയിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ അത് മാരിഫയായി. സിറാത്ത് അല്ലദീന. കാരണം എന്താണ്? അല്ലദീന മാരിഫയാണ്. അതിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ അത് മാരിഫയായി. അതേപോലെ സംഗതികൾ ശ്രദ്ധിക്കാം. അപ്പൊ മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്തതും എന്താവും? മാരിഫയാകും. എന്നാൽ ഇളാഫത്ത് എന്ന പ്രക്രിയ കൊണ്ട് മാത്രം എന്താവുകയില്ല? മാരിഫയാവില്ല. കാരണം ഉദാഹരണം കിതാബ് താലിബിൻ എന്ന് പറഞ്ഞു. കിതാബ് താലിബിൻ എന്ന് പറഞ്ഞപ്പോൾ അതെന്തല്ല? മാരിഫയല്ല. കാരണം എന്താണ്? താലിബ് ഏതാണെന്ന് അറിയില്ല. താലിബ് ഏതാണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് കിതാബും മാരിഫയല്ല. കിതാബ് താലിബിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന്റെ പുസ്തകം എന്നെയാവും. ഏതോ ഒരു സ്റ്റുഡന്റിന്റെ പുസ്തകം. എന്തല്ല? പുസ്തകം ഏതാണെന്ന് അറിയില്ലല്ലോ, മനസ്സിലായില്ലല്ലോ. ആര് പുസ്തകം എന്ന് മനസ്സിലായാലേ പുസ്തകം മനസ്സിലായ പുസ്തകമാവുള്ളൂ. ഇല്ലെങ്കിൽ അൺനോൺ പുസ്തകമാണ്. പുസ്തകം അൺനോണാണ്. കാരണം ആരാണെന്ന് മനസ്സിലായില്ല. അപ്പൊ എന്താണ്? അൺസ്പെസിഫിക് ആണ്. അതേസമയം കിതാബു ത്വാലിബി എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ? കിതാബുൽ മുദരിസി അധ്യാപകന്റെ പുസ്തകം, കിതാബു ത്വാലിബി എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റിന്റെ പുസ്തകം. അപ്പൊ ആ താലിബാണെങ്കിൽ അത് പുസ്തകം സ്പെസിഫിക് ആയി എന്ന് പറഞ്ഞാൽ കിതാബുൽ മുദരിസ് അധ്യാപകന്റെ പുസ്തകമല്ല, മറിച്ച് എന്താണ്? കിതാബ് ത്വാലിബി, അത് സ്റ്റുഡന്റിന്റെ പുസ്തകമാണ്. മാരിഫയായി. അതേസമയം കിതാബ് ത്വാലിബിൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കുട്ടിയുടെ പുസ്തകം, ഇസ് അൺനോൺ. ഓക്കെ. അതേപോലെ മാരിഫയാകുന്ന മറ്റൊരു പ്രക്രിയയാണ്, ഒരു പ്രക്രിയയിലൂടെ മാരിഫയാകുന്ന പ്രക്രിയ എന്താണ്? ഇളാഫത്ത്. മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്താൽ എന്താകും? അത് മാരിഫയാകും. അതേപോലെ മാരിഫയാകുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? യാ ഉപയോഗിച്ച് പറയുക. യാ ഉപയോഗിച്ച് പറയുക, അത് അഡ്രസ് ചെയ്യുക. യാ റജുലു. യാ റജുലു എന്ന് വിളിച്ചാൽ ആ റജുൽ എന്തായി? മാരിഫയായി. കാരണം എന്താ? മനുഷ്യ എന്ന് വിളിച്ചപ്പോ ആ മനുഷ്യ ആരാണ് വിളിക്കപ്പെടുന്ന ആള്? അയാള് മാരിഫയായി. ആ വ്യക്തിയാണ് വിളിക്കുന്നത്. യാ വലതു, കുട്ടി എന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയെ, ഒരു സ്പെസിഫിക് കുട്ടിയായിരിക്കും വിളിക്കുക. എന്തായി? മാരിഫയായി. റജുലുൻ വലതുൻ എന്നൊക്കെ പറയുമ്പോ എന്താണ്? നെക്കിരയാണ്. പക്ഷെ യാ റജുലു, യാ വലതു എന്നൊക്കെ പിടിച്ചപ്പോ റജുൽ എന്തായി? മാരിഫയായി. ഇവിടെ എന്താണ്? മുനാദ സ്പെസിഫൈഡ് ബൈ നിദ എന്ന് എഴുതിയിട്ടുണ്ട്. മുനാദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുനാദ എന്ന് പറഞ്ഞാൽ എന്താ? നാദ വിളിച്ചു, മുനാദിൻ, മുനാദൻ എന്നാണ്. വിളിക്കപ്പെടുന്നവൻ. വിളിക്കപ്പെടുന്നതിന്റെ റജുലിനെ വിളിക്കപ്പെട്ടാൽ എന്തായി? യാ റജുലു എന്ന് വിളിച്ചപ്പോൾ റജുൽ എന്തായി? വിളിക്കപ്പെട്ടവനാണ്. അപ്പൊ മുനാദ എന്ന് പറഞ്ഞത് റജുലാണ്. ആ റജുൽ എന്തായി? മാരിഫയായി. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. ഇത് വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ
ടൈം കീപ്പർ എന്താ പറയാഞ്ഞത്? ടൈമായിരുന്നു പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചല്ലേ. തആല തആല എന്ന് പറയുന്നത് ഓർഡറിന് മാത്രം ഉപയോഗിക്കുന്ന ഫോമാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെ സ്മൃതി പദത്തിൽ ഉണ്ടാകും. ഓർഡറിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിന് മറ്റ് മാവിയും മുലാരിയും ഒന്നുമില്ല. അമ്രിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതേസമയം അമ്രിന് രൂപഭേദങ്ങളുണ്ട്. തആല എന്ന് പറഞ്ഞാൽ നീ വരുമെന്നാണ്. തആലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വരുമെന്ന്. തആലൈന നിങ്ങൾ വരൂ. തആലൗ നിങ്ങൾ വരൂ. തആലൈന എന്താണ്? പെണ്ണുങ്ങളോട് പറയുന്നത്. അപ്പൊ ആ ഫോമുകളാണ്, അതിന്റെ രൂപഭേദങ്ങളാണ് ഉള്ളത്. മറിച്ച് അതിന്റെ ക്രിയ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ജാഅയോ അല്ലെങ്കിൽ അത്തായോ പോലുള്ള സംഭവങ്ങളായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ. തആലയ എന്നാണ് രണ്ടുപേരെ വിളിക്കുമ്പോൾ തആലയ. അതേപോലെ താലൈ എന്ന് പെണ്ണിനെ വിളിക്കുമ്പോൾ താലൈ, ആളിനെ വിളിക്കുമ്പോൾ താല, രണ്ടുപേരെ വിളിക്കുമ്പോൾ താലയ. പിന്നെ ബിന്ദാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും താലയ എന്നാണ് ഉപയോഗിക്കുക. പിന്നെ സഹോദരന്മാരാണെങ്കിൽ താലൗ എന്നാണ് ഉപയോഗിക്കുക. സഹോദരിമാരാണെങ്കിൽ താലൈന. താലൈന ഖുർആനിലുണ്ടല്ലോ, താലൈന ഉമ്മത്തിഴക്കുന്ന ഔസരിഹക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പൊ എന്താണ്? ഉമ്മത്തിഴക്കുന്ന. ഇപ്പൊ പെണ്ണുങ്ങളോട് പറയുന്നതാണ് താലൈന. താലവും അത്ലുമാ ഹറമ റബ്ബുക്കൊന്നുണ്ട്. അപ്പൊ ആണുങ്ങളോട് പറയുന്ന പുരുഷന്മാരോട്. ഓക്കെ. അപ്പൊ നമ്മള് പാഠം 8 കഴിഞ്ഞു. طيب يا إخواني والأخوات، ما رأيكم؟ ഈ പാഠം റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പാഠം ഫുള്ളായിട്ട് വായിച്ചു നോക്കണം. നമ്മുടെ ടീച്ചറിൻ്റെ കുറച്ച് ബാക്കിലാണുള്ളത്. അതുകൊണ്ട് ഈ പാഠം റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റായിട്ട് ഇത് വായിച്ചു നോക്കണം. എന്നാലേ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ സ്മൃതി വരുത്തി വരുള്ളൂ. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചെയ്യാം. ടീച്ചർ വോയിസ് ക്ലിപ്പ് ഇടുന്നുണ്ടല്ലോ എല്ലാറ്റിന്റെ. ഇതിൽ എത്രാമത്തെ പാഠം വരെയായി? വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് വന്നത് എട്ടാമത്തെ പാഠം 3, ഭാഗം 3 പാഠം 8ആണ്. ഓക്കെ. ഓ, ഞാൻ തിരിഞ്ഞു വായിച്ചത്. ഞാൻ പാഠം 3 എന്നാണ് ഞാൻ വായിച്ചത്. അപ്പം 8ാമത്തെ പാഠം വരെയായി. ഓ, അപ്പൊ ഇതുവരെയുള്ള എല്ലാം ആയി. ചോദ്യങ്ങളുടെ വിവരണം വരെ എത്തിയത്. ടീച്ചർ അഡ്വാൻസ് ആണ്. ഓക്കെ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ ആഴത്തിൽ പഠിക്കാനും ഗ്രഹിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. നിങ്ങൾ 10 പേരെ അല്ലെങ്കിൽ 2 പേരെ ഇതിനെ കണ്ടെത്തണം പഠിപ്പിക്കാൻ. ലോകത്തിലേക്കാണ് ഒരുപാട് പേര് അറിവ് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അതിന്റെ മട്ടത്തിന് അവരെ പിടിച്ചിട്ട് അവരെ എന്താണ്, ചിലരൊക്കെ സ്ലോയിൽ പഠിപ്പിക്കാൻ പറ്റും, ചിലരൊക്കെ സ്പീഡിൽ പഠിപ്പിക്കാൻ പറ്റും. ആ മട്ടത്തിൽ എങ്ങനെയായിരുന്നാലും നിങ്ങൾ 2 പേരെ അറിവ് പഠിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടേഴ്സിനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. നിങ്ങൾ ഡോക്ടർമാരുടെ ഒരു അസോസിയേഷൻ വിളിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അറിവ് പഠിക്കണം, ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറയും. ഡോക്ടർ പോയാ ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ? ഞങ്ങള് വിളിച്ചിട്ട് നമുക്ക് അറിവ് പഠിക്കാന്ന് പറഞ്ഞിട്ട് പഠിക്കുക. അപ്പൊ അവർക്ക് വളരെ ആകാംക്ഷയായിരിക്കും പഠിക്കാൻ വേണ്ടി, ഇൻട്രസ്റ്റായിരിക്കും. ഓക്കെ. ലമ്മ എന്നുള്ളതിന് 2-3 കുറച്ച് അർത്ഥങ്ങളുണ്ട് അല്ലേ ഉസ്താദ്? ലമ്മ സന്ദർഭത്തിൽ ഉപയോഗിക്കും. അതെ. അതേപോലെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. എന്തിന്റെ സ്ഥാനത്ത്? നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് മുളാരിം എന്നാണ് ലമ്മയ്ക്ക് ശേഷം. ലമ്മ വലമ്മ യഅതിക്കും. അതായത് ട്രാൻസ്ലേഷൻ എന്തൊരു മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും. എന്താണ് അർത്ഥം? വലമ്മ യഅതിക്കും, വന്നിട്ടില്ല എന്നാണ്. വന്നിട്ടില്ല.
ഇവിടെ ചാപ്റ്റർ 6-ലെ ട്രാൻസ്ലേഷന് ചെറിയൊരു വിഷയം വന്നു തോന്നുന്നുണ്ട് ഫസ്റ്റ് പേജിൽ. ലമ്മ യക്തി എന്നുള്ളത് വന്നിട്ടില്ല എന്നുള്ളതല്ലേ? അവിടെ ട്രാൻസ്ലേഷൻ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് 6-ലെ അദ്രസു സാദിസില് ഫസ്റ്റ് പേജില് ഇതിലാണോ, നോട്ട്സിലാണോ? അല്ല ടീച്ചർ അല്ല വോയിസ് അല്ല ക്ലിപ്പില്. ലെസണില് പാഠപുസ്തകത്തിലാ? പാഠപുസ്തകത്തില്. അപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞതിലാണോ? പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം വന്നു തോന്നുന്നുണ്ട്. ടീച്ചർ സ്പീഡിന് ചെയ്യുന്നതല്ലേ, ആ സമയത്ത് അതാണ് സ്പീഡ് വന്നപ്പോ ചെറിയൊരു അങ്ങനെയൊക്കെ ഉണ്ട്. കൺഫ്യൂഷൻ വന്നു. അത് അത്രേ ഉള്ളൂ. ഓവർ സൈറ്റ് ആണ് മനസ്സിലാക്കിയത്. ഓവർ സൈറ്റ് ഓക്കെ. ചിലപ്പോ അങ്ങനെ വരും. ഒരുപാട് പ്രിപ്പറേഷനോട് ചെയ്യേണ്ടതാണ് വോയിസ് ക്ലിപ്പ് തയ്യാറാക്കുന്നത്. ഞാൻ തയ്യാറാക്കിയാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ടീച്ചർ തന്നെ ഏൽപ്പിച്ചു. ടീച്ചർ ഒറ്റ മിനിറ്റിൽ ഫുള്ള് കവർ ചെയ്യും. അതെ, അതിനൊക്കെ ഒരു മിടുക്ക് വേണം. ചെറുപ്പക്കാരെ കൊണ്ട് പറ്റിയുള്ളത്. വലമ്മായി എത്തിക്കും മസലുല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞല്ലോ, ആയത്തിൽ തുറക്കണ്ടായിരുന്നു. അം ഹസിബതും അൻ തദ്ഖുൽ ജന്നത, അം ഹസിബതും അൻ തദ്ഖുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വലമ്മ യഅ്തിക്കും. അപ്പൊ എന്താണ് ലമ്മ എന്നത്? ജസ്മി ചെയ്യുന്ന പദം കൂടിയാണ്. അപ്പൊ അവിടെ നെഗറ്റീവ് ആണ്. ലമ്മ യഅ്തിക്കും, നിങ്ങൾക്ക് വന്നിട്ടില്ല. വലമ്മ യഅ്തിക്കും, അപ്പൊ എന്താണ്? വാവുൽ ഹാൽ. വലമ്മ യഅ്തിക്കും മസലുല്ലദീന ഖലൂ, അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താണ്? ലമ്മ നെഗറ്റീവ് ആണ്. അമ്മായിക്ക് എന്നാൽ എന്നുള്ള അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ എന്ന് ചെറിയ സൂറത്തിൽ മറ്റേ ഇതില് അവിടെ എന്നാൽ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കാണും കേട്ടോ. ചിലപ്പം അവിടെ ഷായോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. അതിനായിരിക്കും എന്നാലെന്ന് അർത്ഥം കൊടുത്തത്. ചിലപ്പോ അതായിരിക്കും. അതൊന്നുകൂടെ നോക്കിയിട്ട് ഗ്രൂപ്പിലിടും കോണ്ടക്ഷൻ. ഇപ്പൊ എന്തായാലും സംശയം വരാൻ തുടങ്ങി. സംശയം വരാൻ തുടങ്ങിയ അർത്ഥം പഠിക്കുന്നുണ്ടെന്ന്. ഒരു സംശയം വന്നാലേ പഠിക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ നമ്മളെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമേ നമുക്ക് ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാണ്? UN പോലും അവരുടെ മുന്നിൽ അർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തട്ടെയോ, സഹായ വിതരണം എത്ര മില്യൺ പ്രഖ്യാപിച്ചു UN. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവരോട് റിക്വസ്റ്റ് ചെയ്യാണ്, സേനോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തി. അത്രത്തോളം UN എന്ന് പറയുന്ന പോലുള്ള സംഭവങ്ങൾ പോലും ഒന്നുമല്ലാതെ പ്രസക്തമായിരിക്കുക. എന്തായാലും അവരുടെ പ്രയാസത്തിന് ആർക്കും, അല്ലാഹ് വേറെ ആർക്കും പരിഹാരം നൽകാൻ കഴിയില്ല. ഇയാളെ ഒരു കവിത വന്നിരുന്നു, അത് ഇതാണെന്നുള്ള നമുക്കറിയില്ല. എന്തായിരുന്നാലും അതിൽ കവിതയുടെ സാരാംശം ഡബ്രീസിന്റെ അവശിഷ്ടങ്ങൾക്ക് അടിയിൽ കിടക്കുന്ന സ്ത്രീ പറയുന്ന പദ്യമാണ്. അല്ലാഹ് അല്ലാതെ ഞങ്ങൾക്ക് ആരുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. നിങ്ങളുടെ എല്ലാവരുടെ സഹായം, ആരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹിന്റെ സഹായം അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين واللقاء بإذن الله. السلام عليكم ورحمة الله.